അമ്പലത്തിൽ പോയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലം ലഭ്യമാകാത്തത്? നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുപോകാനും നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകാനും തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കിയുള്ള ചന്ദനം പാദത്തിൽ തേച്ചിട്ട് പോകാനായിട്ടാണ് തിരിച്ചു വീട്ടിൽ പോകുമ്പോഴാണ് തേച്ചിട്ട്, കാരണം നമ്മുടെ കയ്യിലൊന്നും ആകാതെ തേച്ചിട്ട് പോകും. ദൂരപാലകരോട് അവരോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം. ഞങ്ങൾ അത്ര വലിയ ആളുകളൊന്നും അല്ല, ഇവിടെ ചിട്ടവട്ടങ്ങൾ അറിയുന്നവരല്ല. ഇത് കാണുന്ന പ്രേക്ഷകരെന്നെ വെല്ലുവിളിച്ച് എന്ത് കമൻ്റ് ഇടുമെന്ന് അറിയില്ല. പക്ഷെ അങ്ങ് ഉറപ്പിച്ചു കൊള്ളുക, അങ്ങ് സങ്കല്പം ചെയ്തുകൊണ്ട് ഈ ചോദ്യം അവിടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ അന്ധകരണത്തിലേക്ക്, അങ്ങയുടെ അകത്തേക്ക് തീർച്ചയായിട്ടും പെർമിഷൻ തരുന്ന ഒരു മെസ്സേജ് അങ്ങേക്ക് ലഭിക്കും. ഒരു നിലവിളക്കിലേക്ക് ദീപം പകർന്നു കഴിയുമ്പോൾ അതിൻ്റെ തലയിൽ ഒരു പൂവൊക്കെ നമ്മൾ വയ്ക്കും. ഇത് ചെയ്തു കഴിയുമ്പോൾ അവിടെ ദേവത വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വരില്ല, പറ്റില്ല. ദീപം തെളിക്കുന്നതിന് മുമ്പേ അങ്ങ് ആവാഹന മന്ത്രം ചൊല്ലിയിരിക്കണം. മന്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്ത്രങ്ങളോ പഠിച്ചിട്ടില്ലാതൊരു സാധാരണ വീട്ടമ്മയാണ്. എങ്ങനെ പക്ഷെ പുരോഹിതൻ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാത്തത് വേറെ ജാതി വ്യവസ്ഥ കൊണ്ടൊന്നുമല്ല, അത് ശാസ്ത്രമാണ്. പക്ഷെ അതുപോലെ തന്നെ ഭക്തർ തമ്മിലും ശരീരം സ്പർശിക്കാൻ പാടില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ കാണിക്ക വഞ്ചി എടുത്തവനെ അവിടെ ദൈവം അടിച്ചു തള്ളിയിട്ടിരിക്കണ്ടേ. 108 മർമ്മ പോയിന്റ്സിലേക്കും ദേവവിഗ്രഹത്തിൽ നിന്നുള്ള എനർജി അബ്സർവ് ചെയ്യാൻ കഴിയണം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്നതോ സമാധാനപരമായി സൈലന്റ് ആയിട്ട് നമ്മൾ ദർശനം നടത്തിയാൽ അവിടുന്ന് ലഭ്യമാകുന്നത് പഞ്ചേന്ദ്രിയ സുഖങ്ങളാണ്. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ട് നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രവിശ്വാസങ്ങൾ, ഞാൻ കാലങ്ങളായി ക്ഷേത്രത്തിൽ പോകുന്നു, കാലങ്ങളായി ആചരിക്കുന്നു, പക്ഷേ എനിക്ക് വേണ്ട മാറ്റങ്ങൾ വരുന്നില്ല. ഇത് നമ്മളുടെ മരണം വരെ നമ്മുടെ ചിന്തയിലുണ്ടാവും. എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നോടൊപ്പം പ്രശസ്ത എഴുത്തുകാരനായ വെങ്ങാനൂർ ബാലകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടനെ സ്വാഗതം ചെയ്യാം. ചേട്ടൻ നമസ്കാരം. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, വൈ. ചേട്ടൻ അതിൻ്റെ ഒരു മറുപടി പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് ഈ അമ്പല ദർശനം നടത്തിയിട്ടും ദർശനങ്ങൾ നമ്മൾ പലതും നടത്താറുണ്ട്. ടൂറ് പോകാറുണ്ട് ക്ഷേത്രങ്ങൾ. അതായത് തീർത്ഥാടനം എന്ന പേരിൽ ടൂറാണ്, വിനോദയാത്ര. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയി ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഗുരുവായൂർ, മമ്മിയൂർ, പിന്നെ നാലമ്പല ദർശനം, അത് ഇത് അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ പോകുന്നു. നമ്മൾ അവിടെയൊക്കെ വഴിപാടുകൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും തലയ്ക്കൊഴിഞ്ഞ് കാശ് അവിടെ ഇടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മകന് മകൾക്ക് നല്ലത് വരണം, ജോലി കിട്ടണം, കല്യാണം നടക്കണം. പലപ്പോഴും കല്യാണം നടക്കും, പക്ഷേ ചിലപ്പോൾ ട്രാജഡിയിലേക്ക് പോകും. അപ്പോഴും ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട്. ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബിസിനസ് അമ്പലത്തിൽ മുടങ്ങാതെ പോകാറുണ്ട്. നേരെ ചെന്ന് ദൈവത്തിനോടെല്ലാം അങ്ങ് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. ഗണപതി ഹോമം ചെയ്യാറുണ്ട്, തേങ്ങ അടിക്കാറുണ്ട്, പുതിയ കർമ്മങ്ങൾക്ക്. എന്തുകൊണ്ട്? അല്ല, ഇതിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒന്ന് നമ്മൾ വിശ്വാസങ്ങൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങളായി മാറാറുണ്ട്. രണ്ടാമത് ഈ ആചാരങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആചാരങ്ങൾ പലപ്പോഴും അനാചാരമായി തീരുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്തുകൂടാ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ആദ്യത്തെ തിരിച്ചറിവ്. അപ്പോൾ ഈ തിരിച്ചറിവിലൂടെയുള്ള, അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ദൈനംദിനമായ ഒരു യാത്രയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു അങ്ങയോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം താളിയോല അതെ അതെ ഗ്രന്ഥത്തിൻ്റെ അടിത്തറ തന്നെയാണ്. അതിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ ഇപ്പം നമ്മളൊരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ അമ്പലം. അപ്പോൾ ഇവിടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ രാവിലെ വിളക്ക് എത്തിക്കാറുണ്ട്, അമ്പലത്തിൽ വിളക്ക് എത്തിക്കാറുണ്ട്, ദീപ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ പൂജാമുറിയിലുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യഥാവിധി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഭാരതീയ സംസ്കൃതി നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട്. യഥാവിധി എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് കൃത്യമായ വിധിയുണ്ട്. അപ്പോൾ അങ്ങേ എനിക്കൊരു 10-20 വർഷക്കാലമായിട്ട് നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങ് ഒരു ഈ ദൃശ്യമാധ്യമ രംഗത്ത്
വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങൊരു നല്ല പ്രസൻറ്ററാണ്, നല്ലൊരു ആങ്കറാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. പക്ഷേ ഇത്രയും വ്യക്തി വൈഭവമുള്ള അല്ലെങ്കിൽ ഒരു വൈശിഷ്ട്യം നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായ അങ്ങയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങയോട് ഞാൻ പറയുന്നു, എൻ്റെ നല്ല ചൂട് സമയമാണല്ലോ ഇപ്പോൾ, എൻ്റെ കുട ചീത്തയായിപ്പോയി രാജീവ്, അപ്പോൾ അങ്ങ് ഒരു കാര്യം ചെയ്യുക, ഈ കുട ഒന്ന് നന്നാക്കി തരിക എന്ന് പറഞ്ഞാൽ അങ്ങ് പരാജയപ്പെടും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അങ്ങ് കുട നന്നാക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങ് അതുപോലെ തിരിച്ചെന്നോട് പറയുന്നു, ചേട്ടാ എൻ്റെ ചെരുപ്പൊന്ന് പൊട്ടിപ്പോയി, വലിയ വിലയുള്ള ചെരുപ്പാണ്, 4500 വിലയുള്ള ചെരുപ്പാണ്, ഒന്ന് നന്നാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു കളക്ടർ നോക്കാം, അദ്ദേഹം ഇൻ്റലക്ച്വലി വളരെയധികം മേളിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ്. പക്ഷെ അവർക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് സുഖമില്ലാതായി ഒരു കരിക്ക് വേണമെന്ന് വെച്ചാൽ അവർ പരാജയപ്പെടും. എന്തെന്ന് വെച്ചാൽ അവർക്ക് തെങ്ങി കയറാനായിട്ട് അറിയില്ല. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുപോകാനും നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ച് കൊണ്ടുപോകാനും തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലാവുന്നില്ലേ? നമ്മളിപ്പോൾ പലരും വിചാരിക്കുന്നത് അമ്പലത്തിൽ പോയി ഹാൾ ടിക്കറ്റ് പൂജിച്ചു കഴിഞ്ഞാൽ കുട്ടി ജയിച്ചു, അല്ലെങ്കിൽ വരണമാല്യം പൂജിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം പൂർണ്ണതയിൽ എത്തിച്ചേർന്നു, നല്ലൊരു വൈവാഹിക ജീവിതം കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂജിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്ന ഒരു ധാരണ നമ്മളിലുണ്ട്. അത് പലപ്പോഴും തെറ്റിദ്ധാരണയായി മാറാറുമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ വളരെയധികം ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ നമ്മുടെ വിശ്വാസ സംഹിത നിലനിർത്തിയിരിക്കുന്നത്. നമുക്ക് വെല്ലുവിളിക്കാം, ആരെ വേണോ വെല്ലുവിളിക്കാമല്ലോ. അതിപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പം അങ്ങ് നിൽക്കുന്ന മേഖല എനിക്ക് വെല്ലുവിളിക്കുക, നിങ്ങളുടെ ഈ സാമഗ്രിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. സത്യമാണല്ലോ, സത്യമാണ്. ഇവിടെ നീതിക്കനുസരിച്ചിട്ടാണ് ജീവിതം ജന്മരഹസ്യം നിലനിൽക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ പൂജാമുറി മുതൽ മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ദർശന സങ്കേതങ്ങൾ വരെ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും പാലിച്ചിരിക്കേണ്ട ശാസ്ത്രീയമാണ്. അത് പല സമയത്തും പ്രായോഗികമായി നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പം അങ്ങ് തന്നെ ചോദിച്ചു, അതാണല്ലോ തുടക്കം. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലം ലഭ്യമാകാത്തത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ യഥാർത്ഥത്തിൽ അമ്പലത്തിൽ പോകുന്ന അത് എന്തു തരത്തിലുള്ള ഗുണഫലമാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്കിലും ഞാനിപ്പം എല്ലാം ഭൗതികമാണ്, നമ്മൾ ആഗ്രഹങ്ങളെല്ലാം വീട് വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ മകന് ജോലി കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് നല്ല പ്രശസ്തിയാണ്, ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ആത്മീയത തേടിയല്ല അമ്പലത്തിൽ പോകുന്നത്. മെറ്റീരിയൽ കൂടെ. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു മനുഷ്യ ജീവനെ പരിശോധിച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്, പക്ഷെ മനുഷ്യജീവൻ കുറച്ചുകൂടെ ബോധതലത്തിൽ നിൽക്കുന്നു. നമ്മുടെ ഇന്റലക്ച്വൽ ലെവലിനിടയിൽ തന്നെ നോളജ് ലെവലും കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലും ഉണ്ട്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിലാണ് ഒരു മനുഷ്യജീവൻ നിൽക്കുന്നത്. പലപ്പോഴും തെറ്റാറുണ്ടെങ്കിൽ പോലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെവല്യൂഷനാണ്, അത് ഇന്നർ റെവല്യൂഷൻ എന്ന് വിളിക്കും നമ്മൾ അതിനെ. ഈ ഇന്നർ റെവല്യൂഷനിൽ നിന്ന് നമ്മൾ ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ദർശന വിധേയമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം സ്വാഭാവികമായി എത്തുന്നത് ഇന്നർ പീസിലേക്കാണ്, ഉള്ളിലേക്ക്. ആത്യന്തികമായി നമുക്കുള്ളിലേക്ക് ഒരു സമാധാനം വന്നെത്തുകയാണ് യഥാർത്ഥത്തിൽ ജന്മരഹസ്യം എന്ന് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനൊരു 4 നില വീട് വയ്ക്കാനോ അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിക്കാനോ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാനോ അല്ല. അതെല്ലാം ഉണ്ട്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ മെറ്റീരിയൽ ലൈഫിൽ അതെല്ലാം ആവശ്യമുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇന്നർ പീസ്, സമാധാനം. ഇപ്പം നമ്മൾ തമ്മിൽ ഈ സംസാരം, ഈ വർത്തമാനം ഇവിടെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആത്യന്തികമായി സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവനെ സംബന്ധിച്ച്, ഒരു സനാതന സംസ്കൃതിയിൽ പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് അവൻ അറിയാതെയാണെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നർ പീസാണ്. അപ്പോൾ ഈ ഇന്നർ പീസ് തേടി തന്നെയാണ്, മെറ്റീരിയലാണ് നമ്മുടെ മുന്നിൽ കാണുന്നതെങ്കിലും ആത്യന്തികമായി നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷേ അമ്പലത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് പലപ്പോഴും ഈ ഇന്നർ പീസും ലഭ്യമാകുന്നില്ല, അങ്ങ് സൂചിപ്പിച്ചതുപോലെ മെറ്റീരിയൽ റിസൾട്ടും രണ്ടും വരുന്നില്ല. അത് രണ്ടും വരാത്തതിന് കാരണം മെറ്റീരിയൽ പീസ് വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യനായി തുടരുന്ന സമയത്ത് അവന് ഭൗതികമായിട്ടുള്ള വിജയങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള, അത് ഭഗവാൻ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ പ്രധാനമാണ്. നമ്മുടെ സംസ്കൃതി ഒരിക്കലും തന്നെ ഈ മെറ്റീരിയൽ, ഞാനിത് സൂചിപ്പിച്ചത് ഈ ഭൂരിപക്ഷം ഒരു 100% ഒരു 80% ആളുകളും ഈ മെറ്റീരിയലിലേക്കാണ്. അല്ല, അത് വേണം അങ്ങനെയാണ്. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം അത് തന്നെയാണ്. ഇപ്പോഴത്തെ ഇപ്പോൾ ജോലി, ഇപ്പോൾ IT ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇപ്പം അങ്ങേപോലെ പുസ്തക രചനകൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം രചനകൾ പല രീതിയിലാണ്. ഫേസ്ബുക്കിൽ എഴുതുന്നവരുണ്ട്,
ഓൺലൈനിൽ അങ്ങനെയൊക്കെ പോകുന്നവരുമാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഭൗതികപരമായിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും, എൻ്റെ എഴുത്തിന് എത്രത്തോളം സഹായിക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോഡക്റ്റ് എത്തരത്തിൽ അത് വളരെ പ്രധാനമാണ്. ഈ മറ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അന്തിയാകും വരെ കുത്തിക്കുറിച്ചങ്ങിരുന്നാൽ അത്താഴ പ്രശ്നിക്ക് എന്ത് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ കവിയുടെ ഭാര്യ. അതുപോലെ അത് മെറ്റീരിയൽ റിസൾട്ടാണ്, ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ മെറ്റീരിയൽ റിസൾട്ട് പോലും ലഭിക്കാതെ പോവുകയാണ് പല വിശ്വാസികളെ സംബന്ധിച്ച്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വളരെ ചെറിയ സമയമാണ് അങ്ങ് അനുവദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അത് പറഞ്ഞ് നിർത്താം. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ അമ്പലം ദർശനത്തിലേക്ക് പോകുന്ന ആളുകളെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആരും പഠിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്, പഠിക്കേണ്ടുന്ന വിഷയമാണ്. അതിന് ടെമ്പിൾ സയൻസ് എന്നാണ് പറയുന്നത്. ടെമ്പിൾ സയൻസ്, ക്ഷേത്രശാസ്ത്രം. അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ല, ഒരുപക്ഷെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള വൈദഗ്ധ്യം നിറഞ്ഞ ആളുകളുടെ കുറവുണ്ട്, ഇല്ലെന്നല്ല, കുറവുണ്ട്. ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം നമ്മളിൽ പല ഭക്തരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ടെമ്പിൾ സയൻസ് അനിവാര്യം. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമ്പലത്തിൽ പോകുന്നു, പക്ഷേ സാധാ ക്ഷേത്രമാകട്ടെ മഹാക്ഷേത്രമാകട്ടെ, അതിൻ്റെ ഭൂപുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മതിൽക്കെട്ട്, മറ്റേ ആ പ്രതിഷ്ഠാ സിസ്റ്റമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മതിൽക്കെട്ടിന് പുറത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെരുപ്പെല്ലാം ഊരി, അറിയാലോ ആ സിസ്റ്റം, ആ ചെരുപ്പെല്ലാം ഊരി മാറ്റുന്നു, പാദരക്ഷ മാറ്റുന്നു. ചിലയിടത്ത് പുരുഷന്മാർക്ക് മേൽവസ്ത്രം മാറ്റേണ്ടതായിട്ടുണ്ട്, അതൊരു ശാസ്ത്രമാണ്, അത് പിന്നെ ഒരു ദിവസം പറയാം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലിനടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇരുഭാഗത്തും രണ്ട് രൂപങ്ങൾ കാണാറുണ്ട്. അതെ, രണ്ട് രൂപങ്ങൾ കാണാറുണ്ട്. അത് നമ്മൾ ചിലർക്ക് അറിയാൻ, ചിലർക്ക് അറിഞ്ഞു. ഒരു കല്ല് വിഗ്രഹം, രണ്ട് കല്ല്, അതിനെ നമ്മൾ ദ്വാരപാലകന്മാരെന്ന് വിളിക്കും, ചിലർ വിളിക്കാതിരിക്കും. അപ്പൊ ഈ നമ്മുടെ ഭൂരിപക്ഷം പേര്, ന്യൂനപക്ഷം വേറെ ഉണ്ട്, ഭൂരിപക്ഷം പേര് ഈ ദ്വാരപാലകരെ എന്തായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ, അമ്പലത്തിനകത്ത് കയറിയിട്ട് ചന്ദനം വാങ്ങുമല്ലോ നമ്മൾ, തീർത്ഥവും ചന്ദനം വാങ്ങുമ്പോൾ ബാക്കിയുള്ള ചന്ദനം പാദത്തിൽ തേച്ചിട്ട് പോകാനായിട്ടാണ്. തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് തേച്ചിട്ട്, കാരണം നമ്മുടെ കയ്യിലൊന്നും ആകാതെ തേച്ചിട്ട്, നമ്മുടെ നെറ്റിയിലൊക്കെ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ വസ്ത്രത്തിലൊന്നും ആകാതെ. ഇത്തരത്തിലാണ് നമ്മുടെ പഠനം നിൽക്കുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഇപ്പൊ അങ്ങ് പറഞ്ഞ മെറ്റീരിയൽ റിസൾട്ടും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞാൽ, അവിടെ ചെല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറയാണ്. ആ ദ്വാരപാലകന്മാരെന്ന് പറയുന്നത് രണ്ട് കേവല ശില്പങ്ങളല്ല. അവിടെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം, സങ്കല്പം ചെയ്യാൻ നമുക്ക് കഴിയണം. എല്ലാ സങ്കല്പമാണ്, ഞാനും അങ്ങ് സങ്കല്പമാണ്, ഈ പ്രോഗ്രാം കാണുന്നവർ സങ്കല്പമാണ്, ഈ പ്രോഗ്രാം സങ്കല്പമാണ്. അറിയാലോ, ഈ ഭൂമി തന്നെ, ഈ വിശ്വം തന്നെ, ഈ പ്രപഞ്ചം തന്നെ ഒരു സങ്കല്പമാണെന്നുള്ളത്. ഇത് ആരുടെ സങ്കല്പം എന്നുള്ളത് അവരവരെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ. അതൊരു വിശ്വാസമല്ല, അതൊരു ശാസ്ത്രമാണ്. അപ്പൊ ഈ സങ്കല്പത്തിനാണ് റിസൾട്ട് വരുന്നത്. അങ്ങിപ്പോൾ എന്താണോ സങ്കല്പം ചെയ്യുന്നത്, ഞാനിവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നുള്ളത് നമ്മൾ പരസ്പര സങ്കല്പമായിരുന്നു. ആ സങ്കല്പം കർമ്മപദത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അത് റിസൾട്ടായി. ഇനി ഇത് നമ്മുടെ ഈ പ്രോഗ്രാം പ്രേക്ഷകർ കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ റിസൾട്ടബിൾ, അവരും ഈ പ്രോഗ്രാം കാണണമെന്നോ അല്ലെങ്കിൽ ഈ അമേസിംഗ് റേയുടെ പ്രോഗ്രാം കാണണമെന്നോ വിചാരിച്ച് സങ്കല്പം ചെയ്തപ്പോൾ ഈ പ്രോഗ്രാം അവരുടെ കൺമുന്നിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് സങ്കല്പം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ദ്വാരപാലകരോട്, അവരോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം, സങ്കല്പം ചെയ്യണം, കാരണം ദ്വാരപാലകരെന്ന് പറയുന്നത് ഏത് ദേവവിഗ്രഹമാണോ ആ ക്ഷേത്രത്തിനുള്ളിൽ, നമ്മുടെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്, അവിടുത്തെ കൺട്രോളേഴ്സ് അല്ല, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഇവരിലൂടെ മാത്രമേ പെർമിഷൻ എടുത്ത് അകത്ത് കയറാവൂ. ഇതൊരു ശാസ്ത്രമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സങ്കല്പം ചെയ്തുകൊണ്ട് ചോദിക്കണം, ഞങ്ങൾ അത്ര വലിയ ആളുകളൊന്നും അല്ല, ഇവിടെ ചിട്ടവട്ടങ്ങൾ അറിയുന്നവരല്ല, പക്ഷേ ഞങ്ങൾ ഒന്ന് അകത്ത് പ്രവേശിച്ചോട്ടോ എന്ന് സങ്കല്പം ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങ് എന്നെ എങ്ങനെ വെല്ലുവിളിക്കുമെന്ന് അറിയില്ല, ഇത് കാണുന്ന പ്രേക്ഷകർ എന്നെ വെല്ലുവിളിച്ച് എന്ത് കമൻ്റ് ഇടുമെന്ന് അറിയില്ല, പക്ഷെ അങ്ങ് ഉറപ്പിച്ചു കൊള്ളുക, അങ്ങ് സങ്കല്പം ചെയ്തുകൊണ്ട് ഈ ചോദ്യം അവിടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ അന്ധകരണത്തിലേക്ക്, അങ്ങയുടെ അകത്തേക്ക് തീർച്ചയായിട്ടും പെർമിഷൻ തരുന്ന ഒരു മെസ്സേജ് അങ്ങേക്ക് ലഭിക്കും. സ്പോട്ടിൽ ആ സ്പോട്ടിൽ അങ്ങേക്ക് അവിടുന്ന് യെസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അങ്ങേക്ക് അറിയുന്ന ഭാഷയിൽ, അങ്ങേക്ക് അറിയുന്ന രൂപഭാവങ്ങളിൽ അങ്ങേക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഈ സങ്കല്പം എവിടെയെന്നറിയാമോ? ഇത് അവിടെ മാത്രമല്ല നിലനിൽക്കുന്നത്. ഞാൻ ഇത് കുറച്ച് ഒന്ന് മാറി സംസാരിച്ചോട്ടെ. ഇപ്പം അങ്ങയുടെ ഓഫീസിൽ, അങ്ങയുടെ വീട്ടിൽ, അങ്ങയുടെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കുടുംബം, അങ്ങയുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പാക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമല്ലോ. വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ പലരും വിചാരിക്കുന്നത് ഒരു തീപ്പെട്ടി കോലുകൊണ്ട്
അല്ലെങ്കിൽ ഒരു എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു കൊടിവിളക്ക് കൊണ്ട് ഒരു നിലവിളക്കിലേക്ക് ദീപം പകർന്ന് കഴിയുമ്പോൾ അതിൻ്റെ തലയിൽ ഒരു പൂവൊക്കെ നമ്മൾ വയ്ക്കും മേൽഭാഗത്ത്, അല്ലെങ്കിൽ ഒരു പൂ കെട്ടിയിടും, എല്ലാം ചെയ്യും, കുറച്ച് പൂക്കൾ അതിൻ്റെ കീഴ്ഭാഗത്തിടും. ഇത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ദേവത വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വരില്ല, പറ്റില്ല. സന്ധ്യാദീപം വെക്കുന്നത്, അതെ, സന്ധ്യാദീപം എന്ന് പറഞ്ഞാൽ 3 സന്ധ്യകളാണ്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായാഹ്ന സന്ധ്യ. ഈ സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾക്ക് ദേവതയെയാണ് സങ്കല്പം ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പല വീടുകളിലും കാണുന്നത് ഈ സീരിയലിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് അമ്മ വന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് പോകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് പെട്ടെന്ന് പോയി സീരിയലിനിടയിൽ കത്തിക്കാൻ പറയും. ഇതിനിടയിൽ അല്ലെങ്കിൽ അമ്മ കത്തിച്ചിട്ട് പോയാൽ കുറച്ച് കഴിഞ്ഞ് സീരിയലിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അടുക്കള പണിയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതിനിടയിൽ ഈ വിളക്ക് അണഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്ന അമ്മ കുഞ്ഞിനോട് പറയണം, മോളെ പോയിട്ട് ഊതി അണയ്ക്കരുത്, അത് തെറ്റാണെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പൂ കൊണ്ട് അണയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലോട്ട് നീക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ദീപം അങ്ങേക്ക് 1 സെക്കൻഡ് ആയാലും 1 മണിക്കൂറായാലും അങ്ങ് ദീപം തെളിച്ചു കഴിഞ്ഞാൽ ആ ദീപത്തിൻ്റെ ചുവട്ടിൽ അങ്ങ് ഉണ്ടാകണം. അത് മാത്രമല്ല, ദീപം തെളിക്കുന്നതിന് മുമ്പേ അങ്ങ് ആവാഹന മന്ത്രം ചൊല്ലിയിരിക്കണം. വീട്ടിലായാലും ഏത് ദേവതയാണോ സങ്കല്പിക്കുന്നത് ആ ദേവതയെ അങ്ങ് ഈ ദീപത്തിലേക്ക് ആവാഹനം ചെയ്യണം. ഇപ്പൊ ഞാൻ മന്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്ത്രങ്ങളോ പഠിച്ചിട്ടില്ലാതൊരു സാധാരണ വീട്ടമ്മ, അതെ എങ്ങനെ അതെ ആവാഹന മന്ത്രം ഇപ്പോൾ അത് സംസ്കൃതത്തിലുള്ളതാണ്. ആവാഹന മന്ത്രം, ഉദ്വംസന മന്ത്രം. അങ്ങ് ഇപ്പോൾ ആവാഹന മന്ത്രം പറയണ്ട, അങ്ങയുടെ ഹൃദയാർപ്പണം എന്നാണ് പറയുന്നത്. ഹൃദയാർപ്പണം കൊണ്ട് അങ്ങയുടെ ദേവതയെ മനസ്സാ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവതയോട് ഈ ദീപത്തിലേക്ക്, ആ ദേവതയെ ഈ ദീപത്തിൽ ഞാൻ ആനയിക്കുകയാണ് അമ്മേ അല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് അതിനടുത്ത് അങ്ങക്ക് ജപിക്കാം, ധ്യാനിക്കാം, എന്ത് വേണോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാധാരണ കീർത്തനം ആലപിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് കീർത്തനം കഴിഞ്ഞ് അങ്ങക്ക് വേറെ പ്രോഗ്രാമുണ്ട്, 5 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യുക, ഈ ദീപം അണച്ചിട്ട് പോവുക. പക്ഷെ അണയ്ക്കുന്നതിന് മുമ്പ് അങ്ങ് ഉദ്വംസന മന്ത്രം ചൊല്ലിയിരിക്കണം. ഉദ്വംസന മന്ത്രം എന്ന് പറയാൻ അങ്ങ് സംസ്കൃതത്തിൽ പഠിക്കണ്ട, സാധാരണ സിമ്പിളായിട്ട് മതി. അപ്പോൾ അത് അങ്ങ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങ് നേരത്തെ ആവാഹിച്ച ദേവതയെ അറിയാലോ, ആ ദേവതയെ സങ്കല്പം ചെയ്യുന്നു, അതിൻ്റെ രൂപഭാവം ഒരു ചിത്രത്തിൽ നിന്നാണല്ലോ നമ്മൾ സ്വീകരിച്ചത്. അതിന്റെ രൂപഭാവങ്ങൾ കണ്ടുകൊണ്ട് പറയണം. ആ ഉദ്വംസന മന്ത്രത്തിന്റെ അർത്ഥം തന്നെ ഞാൻ പറയണം, സംസ്കൃത ശ്ലോകം ഉദ്ധരിക്കാതെ. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അമ്മേ, എനിക്ക് ദൈനംദിനമായ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്, അതിന് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം. പക്ഷേ ഞാൻ അതുകൊണ്ട് ഈ ദീപം അണയ്ക്കാൻ പോവുകയാണ്. പക്ഷേ, അവിടെയാണ് ഒരു പക്ഷേ വരുന്നത്. പക്ഷേ അങ്ങ് അവിടുന്ന് ഈ മച്ചിൻ പുറത്ത് തന്നെ ഉണ്ടാകണമെന്നാണ്. മച്ചിൻ പുറത്തെന്ന് പറഞ്ഞാൽ മോളിലെന്ന് അർത്ഥമാക്കണ്ട, ഈ സറൗണ്ടിങ്ങിൽ ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായോ? ഈഗോ ഒന്നുമില്ല അവിടെ. അതിൻ്റെ അർത്ഥം ഞാൻ അത്ര കഴിവും പ്രാഗൽഭ്യം എന്നുള്ള ഒരാളല്ല, അതുകൊണ്ട് അമ്മേ, ദേവി അല്ലെങ്കിൽ ഭഗവാനെ അവിടുന്ന് ഇവിടെ ഉണ്ടാകണം. ഇതാണ് ദീപം ജ്വലിപ്പിക്കുന്നതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനെ ജ്വലിപ്പിക്കുമ്പോഴും അണയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് അമ്പലത്തിലേക്ക് കയറുമ്പോൾ. ഇപ്പം നമ്മൾ ദ്വാരപാലകനിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച ഇത് വളരെ ചിട്ടയോടുകൂടി പാലിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് പലതും പാലിക്കാൻ പറ്റാറില്ല. കാരണം ഇപ്പോൾ ഈ പുരോഹിതൻ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ലല്ലോ, അത് ശാസ്ത്രീയമായതാണ്. പക്ഷെ പുരോഹിതൻ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാത്തത് വേറെ ജാതി വ്യവസ്ഥ കൊണ്ടൊന്നുമല്ല, അത് ശാസ്ത്രമാണ്, അതിനൊരു ശാസ്ത്രീയത കൊണ്ട് നമുക്കത് സംസാരിക്കാം. പക്ഷെ അതുപോലെ തന്നെ ഭക്തർ തമ്മിലും ശരീരം സ്പർശിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് പല അമ്പലത്തിലും അത് സാധ്യമല്ല. ശബരിമല മാത്രമല്ല, സാധാരണ നമ്മുടെ ഗുരുവായൂർ, അപ്പൊ അവിടെ നമുക്ക് സ്പർശിച്ച് മാത്രമേ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അങ്ങനെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡിയെ വലയം ചെയ്തിരിക്കുന്ന ഓറയെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. 3 ലെയറുകളാണ് ഓറയിൽ നിൽക്കുന്നത്. അത് ഇന്റലക്ച്വൽ ലെയറാണ്, സ്പിരിച്വൽ ലെയറാണ്, ഇമോഷണൽ ലെയറാണ്. അപ്പൊ നമ്മൾ പരസ്പരം സ്പർശിച്ച് കഴിഞ്ഞാൽ ഈ ഓറയ്ക്ക് വ്യതിയാനം വരെയാണ്. ഈ വ്യതിയാനം ദേവവിഗ്രഹത്തിന് സംഭവിക്കും. നമ്മൾ തമ്മിൽ സ്പർശിച്ചാലല്ല, എന്തെങ്കിലും വളരെ ഇപ്പം നമ്മുടെ പുഷ്പാർപ്പണം നടത്തുന്നില്ലേ, ക്ഷേത്രത്തിൽ പുഷ്പാർപ്പണം. അപ്പൊ ഈ പുഷ്പാർപ്പണം നടത്തുന്ന സമയത്ത് പോലും പുരോഹിതൻ വളരെയധികം എന്ന് പറഞ്ഞ ഒരു കരിയലയുടെ വെയിറ്റ് ഇല്ലേ, ആ ഭാരമേ അദ്ദേഹത്തിന് പാടുള്ളൂ. കാരണം ഈ പുഷ്പം അർപ്പിക്കുന്ന സമയത്ത് പോലും അവിടെ ഒരു തന്ത്രി അദ്ദേഹം കൊടുത്തിരിക്കുന്ന മെസ്സേജിലാണ് കേവലം ഒരു കല്ലിനെ ശില്പമായി മാറ്റുകയും ശില്പം പിന്നീട് ശിലയെ പിന്നീട് ശില്പമായി മാറുകയും അരൂപത്തിൽ സ്വരൂപം കണ്ടെത്തുന്ന ജാലവിദ്യയായി കൺവെർട്ട് ചെയ്യപ്പെടുകയും പിന്നീട് അതെന്തായി മാറുന്നു, അങ്ങ്
വിളിക്കുന്നത് വിഗ്രഹം എന്നാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശില്പം എന്നല്ല അർത്ഥം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷ സ്വഭാവത്തിലുള്ളത്, അതിനൊരു വിശേഷ സ്വഭാവം ഉണ്ട്. അപ്പൊ ആ വിശേഷ സ്വഭാവത്തിന് ഒരു കോട്ടവും തന്നെ വരാൻ പാടില്ല. മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ചില ക്ഷേത്രങ്ങളിലേക്ക്, ഈ ദ്രാവിഡ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ചില ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, അവിടെ ശരിക്ക് ഹാരമിടാറില്ല. അതുപോലെ അവിടെ ഈ നമ്മുടെ ഈ പല ലേപനങ്ങൾ കൊണ്ട് കുളിപ്പിക്കുമല്ലോ, അങ്ങനെ ചെയ്യാറില്ല. അവിടെ വളരെയധികം ഈ സ്പോഞ്ച് മാതിരിയുള്ള വളരെ ലൈറ്റായിട്ട്, അത് തന്നെ ഔഷധക്കൂട്ടാണ്, ആ ഔഷധക്കൂട്ട് കൊണ്ട് സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ശ്രീകോവിലിനകത്ത് വൈദ്യുതി വിളക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ആ സിസ്റ്റം ചെയ്തത്. അപ്പം നമ്മൾ ഈ പലപ്പോഴും തെറ്റിദ്ധാരണജനകമായൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിലൊരു കാണിക്ക വഞ്ചി മോഷണം പോയി. പലപ്പോഴും എനിക്ക് എന്നോട് പണ്ട് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ മരിച്ചുപോയി. അപ്പോൾ പലരും അമ്മയുടെ ചോദ്യം സ്വാഭാവിക ചോദ്യമാണ്. അപ്പോൾ പലരും ഇപ്പോഴും ചോദിക്കും, അവിടെ ദൈവം ഉണ്ടായിരുന്നെങ്കിലേ, ഈശ്വരൻ എന്ന സങ്കല്പം അവർ ദൈവം എന്ന് പറയും, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ആ കാണിക്ക വഞ്ചി എടുത്തവനെ അവിടെ ദൈവം അടിച്ചു തള്ളിയിട്ടിരിക്കണ്ടേ എന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്. കാരണം അത് പലപ്പോഴും ആളുകൾ ഇങ്ങനെയാണ്, നമ്മുടെ ഭക്തർ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചത്. കാരണം അവിടെ യുക്തിവാദികളും ഇത് തന്നെയാണ്. അല്ല, യുക്തിവാദികൾ മാത്രമല്ല, വിശ്വാസികളും ഇങ്ങനെ തന്നെ. യുക്തിവാദികളുടെ കാര്യം മാറ്റി വയ്ക്കാം, വിശ്വാസികളും ഇങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് ഈ ദേവതാ സങ്കല്പമില്ലേ, ഈ ദേവതാ സങ്കല്പം അവിടെ പോലീസിനെ സഹായിക്കാനോ കള്ളനെ പിടികൂടുന്ന പോലീസാണ്. കാരണം അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നവരാണ്, അത് പഠിച്ചവരാണ്, ആ സിസ്റ്റം അവർക്ക് അറിയുന്നവരാണ്. അപ്പൊ ഈ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നമ്മളുടെ 24 എനർജി പോയിന്റ്സിലേക്കും നമ്മുടെ 107 എന്ന സങ്കല്പം 108 മർമ്മ പോയിന്റ്സിലേക്കും നമുക്ക് ഈ ദേവവിഗ്രഹത്തിൽ നിന്നുള്ള എനർജി അബ്സർവ് ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് ഈ ദേവതാ സങ്കല്പമില്ലേ, ഈ അമ്പലത്തിൽ ദൈവമില്ല, അതാദ്യം മനസ്സിലാക്കണം. അവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവീകതയാണ്. അപ്പൊ അവിടെ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ കള്ളനെ പിടിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന എന്താണ്? ദൈവീകതയാണ്. ഈ ദൈവീകതയെ നമുക്ക് റിസീവ് ചെയ്യാൻ, ഇൻവോക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു അമ്പലത്തിൽ പോയാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പലപ്പോഴും വലിയ 41 ദിവസം വ്രതം എടുത്ത് അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്തൻ ക്ഷേത്ര നടയിൽ പോയി ചെയ്യുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ് പോലും ദേവവിഗ്രഹം അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. ചെന്നോട് അദ്ദേഹം കണ്ണടക്കിയാണ് ചെയ്യണം. ഭഗവാനെ എന്ന് പറഞ്ഞ് കണ്ണടക്കി എന്ന് പറഞ്ഞാല് ആ ദേവവിഗ്രഹത്തിന്റെ മുഴുവൻ ചൈതന്യം അദ്ദേഹത്തിന്റെ അകത്തേക്ക്, മനസ്സിലായില്ലേ, ആ ഭാവത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരാണ്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് സ്വീകരിക്കാൻ കൂടെ പഠിച്ചിരുന്നാൽ എത്തിച്ചേർന്നു. അദ്ദേഹം എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചേർന്നു. അപ്പൊ ഈ ഭക്തര് പലപ്പോഴും അമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ പല രൂപത്തിലാണ് വരുന്നത്. കാരണം അത് പഠനത്തിന്റെ കുറവ്, അവരുടെ തെറ്റൊന്നുമല്ല. ഇപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോഴേ നമ്മൾ തെറ്റല്ല ചെയ്യുന്നത്, നമ്മൾ പഠനത്തിന്റെ കുറവ് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കില്ല. അതുപോലെ ഇപ്പം ഒരു സാധാരണ ഭക്തൻ ചെല്ലുന്ന സമയത്ത് അറിയാതെ തന്നെ സംഭവിക്കുന്ന ചില റിസൾട്ടുകളുണ്ട്. ഈ മറ്റ് വലിയ വിഷയങ്ങൾ മാറ്റിവെക്കുക, അറിയാതെ സംഭവിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്നതോ സമാധാനപരമായി സൈലന്റ് ആയിട്ട് നമ്മൾ ദർശനം നടത്തിയാൽ അവിടുന്ന് ലഭ്യമാകുന്നത് പഞ്ചേന്ദ്രിയ സുഖങ്ങളാണ്. പഞ്ചേന്ദ്രിയ സുഖം, 5 ഇന്ദ്രിയങ്ങൾ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേറെ എന്തെങ്കിലും സുഖമെന്നല്ല. അതിൻ്റെ അർത്ഥം ആ 5 ഇന്ദ്രിയങ്ങളും കുളിർമയിലേക്ക് പോവുകയാണ്. ഇപ്പം ഞാൻ അങ്ങയോട് സംസാരിക്കുമ്പോൾ, അങ്ങ് എന്നോട് സംസാരിക്കുമ്പോൾ, അങ്ങ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാം നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ, ഒരുപക്ഷെ ഞാനും അങ്ങും കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ കുറച്ച് പേര് നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർ രണ്ടുപേരിരുന്നു ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുമല്ലോ. അപ്പം അത് ഉൾക്കൊള്ളുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു കുളിർമയുണ്ട്. അവർ നമ്മളെ തെറ്റായാണ് ചിത്രീകരിക്കാൻ വന്നാൽ അവർക്ക് ആ കുളിർമ ലഭ്യമാകില്ല. പക്ഷെ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ആദ്യമായിട്ട് 5 ഇന്ദ്രിയങ്ങൾ അറിയാമല്ലോ. ഈ 5 ഇന്ദ്രിയങ്ങളിൽ ആദ്യമായിട്ട് നമുക്ക് ദർശന വിധേയം ആകുന്ന ഇന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് ദേവവിഗ്രഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദേവവിഗ്രഹം മാത്രമല്ല സറൗണ്ടിങ് ഉണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ദേവതാ സങ്കല്പം, അതിൽ ആ ദേവതയുടെ ആടയാഭരണങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം തന്നെ നമുക്ക് കണ്ണിന് കുളിർമ തരുന്നുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഇന്ദ്രിയമാണ് കാതെന്ന് പറയുന്നത്, ചെവി എന്ന് പറയുന്നത്. അവിടുത്തെ മനോഹരമായിട്ടുള്ള ഉടുക്കിൻ്റെ ശബ്ദവും അല്ലെങ്കിൽ ശംഖൊലിയും ശംഖിൻ്റെ ശബ്ദവും ചെറിയ വാദ്യനാദങ്ങളും കീർത്തനങ്ങൾ മണിയൊച്ച ഇതെല്ലാം തന്നെ നമ്മുടെ ചെവിക്ക് സുഖം തരാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മൂക്കാണ്. അവിടുത്തെ പ്രസാദം,
തീർത്ഥം അല്ലെങ്കിൽ ഗന്ധങ്ങൾ, ചന്ദനം, സാമ്പ്രാണി, മറ്റേ ഇത് ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം കിട്ടുന്നത് മൂന്നാമത്തെ ഗുണമാണ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന തീർത്ഥം. ഈ തീർത്ഥം എന്ന് പറയുന്നത് സേവിക്കുമ്പോൾ, പ്രസാദം സേവിക്കുമ്പോൾ ചില ആളുകൾ ഈ തുളസിയൊക്കെ കടിക്കാറുണ്ട്. അത് ആ സമയത്ത് കഴിച്ചുകൂടാ എങ്കിൽ പോലും. അപ്പം അവർക്ക് കിട്ടുന്നത് നാക്കിനുള്ള സുഖമാണ്. അഞ്ചാമത്തെ സുഖം എന്ന് പറയുന്നത് സ്പർശന സുഖമാണ്, ത്വക്കിനാണ് സുഖം കിട്ടുന്നത്. ആ ത്വക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസാദം വാങ്ങുമ്പോൾ, പിന്നെ നമ്മൾ പൂ കൈകൊണ്ട് വാങ്ങി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ശരീരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം. അപ്പോൾ ഈ 5 പഞ്ചേന്ദ്രിയ സുഖങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ടെമ്പിൾ സയൻസ് എന്ന ഈ മഹാപഠന ശിബിരം, അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെങ്ങാനൂർ ബാലേഷേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം തരും. അപ്പോൾ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക.